ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്ലസ് ടു കാരുടെ മോഡൽ എക്സാം 2026 നമുക്ക് എങ്ങനെ പഠിക്കാം, ഓക്കെ, അതായത് നമുക്ക് ഇനി ഉള്ള ഡേയ്സ് നമുക്ക് എങ്ങനെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇനിയുള്ള ഡേയ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ 17-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്ച്വലി 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വേറെ ചില വിഷയങ്ങൾ എടുത്തിട്ടുള്ളവർക്ക്. പക്ഷെ നമുക്ക് 17-ാം തീയതി ഇംഗ്ലീഷ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒഫീഷ്യലായിട്ട് 17-ാം തീയതി ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന ഡേ എന്ന് പറയുന്നത് 3-ാം തീയതിയാണ്, ഫെബ്രുവരി. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 10-12ഓളം ദിവസങ്ങൾ പഠിക്കാൻ കിടപ്പുണ്ട്. എന്തായാലും ഒരു 10 ദിവസം എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺസിഡർ ചെയ്യാം. മീൻസ് നമ്മുടെ 6 വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു ടൈം പീരീഡായിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഒരു വിഷയവും ഒന്നും അറിയില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാം ബാക്കിയൊന്നും അറിയത്തില്ല എന്ന് നിൽക്കുന്നവരും, അല്ല കുഴപ്പമില്ല ഞാൻ എല്ലാം പഠിച്ചു, ഒരു തവണ എല്ലാ വിഷയങ്ങളും എല്ലാ ചാപ്റ്റേഴ്സിലൂടെയും കടന്നു പോയിട്ടുണ്ട്, അത്യാവശ്യം പ്രശ്നമില്ല എന്നുള്ള നിലയിൽ നിൽക്കുന്നവരും എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ, എല്ലാ കൂട്ടർക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ എക്സാമിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ പബ്ലിക് എക്സാമിന് മുന്നേ ഉള്ള ഒരു ഒരു പ്രാക്ടിക്കൽ ടെക്സ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അതാണ് നമ്മുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം പഠിച്ചെഴുതുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ നിങ്ങൾക്ക് ടൈം ടേബിൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ടൈമിൽ ആ ഒരു വീക്കിൽ നമുക്ക് പഠിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം നമുക്ക് അടുപ്പിച്ചാണ് ഓരോ എക്സാം വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജും ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് ഒരു ദിവസമാണ് പരീക്ഷ വരുന്നത്, രാവിലെയും ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട്. അപ്പോൾ അന്നേരം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം അല്ലേ. കാരണം നമ്മൾ ആരും റോബോട്ടുകളല്ല അല്ലേ, നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ പഠിച്ച് തുടങ്ങിയാൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ആദ്യമേ പറയട്ടെ, നമ്മുടെ മോഡൽ എക്സാമിന് നമുക്ക് ടൈം ടേബിൾ നിങ്ങൾക്ക് കണ്ടപ്പോഴേ അറിയാം. അപ്പോൾ നമുക്ക് ഭയങ്കര 100% ഒരു പെർഫെക്ഷനിസത്തോടു കൂടിയൊക്കെ, അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് A to Z കാര്യങ്ങളൊന്നും പഠിച്ച് എഴുതുക എന്ന് പറയുന്നത് അത് അത്രത്തോളം അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, മീൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് അരിച്ച് പറക്കി പഠിച്ച് എഴുതുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ട രീതിയിൽ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇനിയും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഡേയ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ഡേയ്സ് ഇത്രയും, ഇനി വരുന്ന ഡേയ്സ് അത്രയും നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ യൂസ് ആക്കുകയെന്നുണ്ടെങ്കിൽ എന്താക്കാൻ പറ്റും, നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ ചെയ്യേണ്ടത് നമുക്ക് മോഡൽ എക്സാമിന് എല്ലാ വിഷയത്തിനും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇതുവരെ ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഐഡിയയും ഇല്ല, എവിടെ തുടങ്ങണമെന്ന് പോലും അറിയത്തില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന കുറച്ച് പിള്ളേരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഇനി പഠിച്ച് തുടങ്ങുക. അപ്പോൾ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങുക. അത് ഫസ്റ്റത്തെ കാര്യം. ഇനി എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ആവശ്യമാണ്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ആ ചാപ്റ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇനി അത്രത്തോളം അങ്ങനെ അപ്പോൾ മീൻസ് ഫുള്ള് നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയമൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലേം താനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പഠിച്ച് പോവുക എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഒന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഐഡിയയും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. മീൻസ് അത്യാവശ്യം പഠിച്ചിട്ടുള്ളവരുടെ കാര്യമല്ല പറയണേ, ഒന്നും പഠിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓണം എക്സാം ടൈമിലും ക്രിസ്മസ് എക്സാം ടൈമിൽ ചെയ്ത വീഡിയോസ് ഉണ്ട്. ഇനി അതൊന്നും കേട്ട് പേടിക്കേണ്ട. ഇനി മോഡൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറപ്പായിട്ടും നമ്മുടെ ഓരോ സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. ഇനി അതല്ല, വേറെ പല ചാനൽസും അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് നോക്കിയെടുക്കാം. ഇനി ഏറ്റവും നല്ലതായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, PYQs ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഏത് വിധേന ആയിക്കോട്ടെ,
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ആ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചു പോവുക. അതായത് ഒന്നും പഠിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പല ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ വൺ വേർഡ്സ് ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ വരാം. അത് നമുക്ക് അങ്ങനെ ഇതൊക്കെ വരുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഉണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് വൺ വേർഡ്സ് അല്ലേ, മാറിയും തിരിഞ്ഞൊക്കെ വരാം. പക്ഷേ ഈ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്, 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യങ്ങൾ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പല ക്വസ്റ്റ്യൻസ്, ഈ പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്റ്റ് വിഷയങ്ങളിലൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അങ്ങനെയുള്ളത് മാക്സിമം, പ്രത്യേകിച്ച് 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യങ്ങളൊക്കെ നല്ലവണ്ണം നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് ഫോക്കസ് ചെയ്ത് മാത്രം പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ അതാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇനി നമുക്ക് എല്ലാം കൂടി പഠിക്കാനുള്ളൊരു സമയം നമുക്കില്ലല്ലോ. അപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ രീതിക്കൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അത്യാവശ്യം കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നന്നായിട്ട് പഠിച്ചവരാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം റിവിഷനാണ്. ഓക്കെ, അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്കൂളിലായാലും ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും റിവിഷൻ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിവിഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിക്കകത്ത് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 15 പാഠങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, വീണ്ടും നമ്മൾ ഒരു എന്താ പറയുക, റിവിഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ A to Z കാര്യങ്ങൾ വായിക്കലല്ല ഈ റിവിഷൻ എന്ന് പറയുന്നത്. അല്ലേ, എന്താണ്, നമ്മൾ എല്ലാ ടോപ്പിക്സിലൂടെയും ഒന്ന് കടന്നു പോകണം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം ഒന്നുകൂടി ഒന്ന് നോക്കി മനസ്സിലാക്കി പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക. ഓക്കെ, അവിടെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ടൈം അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിവിഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹിസ്റ്ററിയിൽ 15 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ്, ചില ചാപ്റ്റേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ല, റിവിഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടാവും പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ്, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ തോന്നും ഇത് എനിക്കറിയാം, അല്ലെങ്കിൽ ഇത് എനിക്ക് എഴുതാൻ പറ്റും, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പിന്നെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന ഏരിയാസാണ് അങ്ങനെയുള്ളതെന്ന് പറയുന്നത്. എന്നാൽ എന്താണ്, നിങ്ങൾ പഠിച്ചതാണ് പക്ഷെ മറന്നുപോയ ഏരിയാസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ എഴുതണമെന്ന് അറിയാത്ത ഏരിയാസ്, അങ്ങനെയുള്ള ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഏരിയാസ് ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങളുടെ വീക്കറായിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ അതിന് നിങ്ങൾ കുറച്ചുകൂടി ടൈം കൊടുത്ത് വേണം ഈ റിവിഷൻ ചെയ്യുമ്പോൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരേ എന്താ പറയുക തീവ്രതയോടുകൂടിയല്ല നമ്മൾ വായിക്കുക. നമ്മളെല്ലാം ഒരു ലിബറൽ ആയിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്ന് പോവുക, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, വീക്കർ ഏരിയാസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീക്കറായിട്ടുള്ള ഏരിയാസിന് കുറച്ചുകൂടി ടൈം എടുത്ത് നിങ്ങൾ പഠിച്ച് സെറ്റാക്കി പോവുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അത്യാവശ്യം പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് വേണം നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യേണ്ടത്. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ഡേയ്സ് അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ തന്നെ ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ പല പിള്ളേരും ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോൾ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ കുറേ അറിയുന്നുണ്ടായിരിക്കും, ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും കുറച്ചുകൂടി വീക്കായിട്ട് അല്ലെങ്കിൽ ഒന്നും അറിയാത്തതായിട്ട് നിൽക്കുന്നുണ്ടാവുക, അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ടൈം എടുക്കും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെന്നുണ്ട് എങ്കിൽ ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി സമയം എടുക്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ മിക്ക വിഷയങ്ങളിലാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, മീൻസ് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ബേസ് ചെയ്ത് വരുന്ന ആ പോർഷൻസിൽ നിന്നൊക്കെയാണ് കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ടും വരുന്നത്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സൊന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് വരാറുണ്ട്. കമ്പാരിറ്റീവ്ലി നമുക്ക് ഫസ്റ്റിലോട്ടുള്ള പോർഷൻസാണ് മിക്ക സബ്ജക്ട്സിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീക്കർ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി അതിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അതാവുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ എക്കണോമിക്സ് അത്യാവശ്യം നമുക്ക് അറിയാം, നമ്മുടെ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട് അല്ലേ, മൈക്രോയിലും മാക്രോയിലും ഒക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത്യാവശ്യം കുഴപ്പമില്ല, സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഫോക്കസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് 1-2 കണക്കൊക്കെ ചെയ്തൊന്ന് പോയാൽ മതി. ഇനി കണക്ക് ചെയ്യാനായിട്ട് ഒട്ടും അറിയത്തില്ല എന്നുള്ള നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി
അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. എങ്കിലേ എക്കണോമിക്സ് നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലെ ഗ്രാമർ പോർഷൻസ്. ഗ്രാമർ നമുക്ക് ഭയങ്കര വെയിറ്റേജിന് ചോദിക്കത്തില്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം ഒരു വെയിറ്റേജ് ഉണ്ടല്ലോ. ഗ്രാമർ നമുക്ക് ഫുള്ളി സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്രാമർ ഇതുപോലെയാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളവർ റൂൾസൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. PYQs ഒക്കെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് സെറ്റ് ആയിക്കോളും. ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഗ്രാമർ ടോപ്പിക്സുകൾ ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഉണ്ടല്ലോ, ഇതൊക്കെ മാത്രം നിങ്ങൾ റൂൾസുകൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ ഇപ്പം തന്നെ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു എക്സാം ടൈം ആകുമ്പോൾ ഈ കണക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാമർ ചെയ്ത് വർക്കൗട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈമൊക്കെ നമുക്ക് ആ ഒരു വീക്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ വീക്കാകുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ അതൊന്ന് ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ വരുമ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ, കാലഗണനാ ക്രമത്തിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ കുറേ വർഷങ്ങൾ നമുക്ക് പഠിച്ച് വെക്കേണ്ട, ബൈ ഹാർട്ടാക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ് ഈ കാലഗണനാ ക്രമം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മാപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് പഠിക്കേണ്ടത് തന്നെയാണ് ഈ മാപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. കാരണം വർഷങ്ങളൊക്കെ ഈ ലാസ്റ്റ് ആ എക്സാം ടൈമിൽ പ്രത്യേകിച്ച് ഹിസ്റ്ററി നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണ്, ഹിസ്റ്ററിയും മലയാളം ഹിസ്റ്ററിയും സെക്കൻഡ് ലാംഗ്വേജും ഒരുമിച്ചാണല്ലോ, ഒരു ദിവസമാണല്ലോ എക്സാം വരുന്നത്. അപ്പോൾ അന്നേരമൊക്കെ നമുക്കത് കുറച്ചുകൂടി റഷായിരിക്കും ലാസ്റ്റ് ടൈമിലൊക്കെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇപ്പം തന്നെ നിങ്ങളൊന്ന് സെറ്റാക്കി നോക്കുക. ഇപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് പോയാൽ മതി. അത് വീക്കാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഓരോ ഡേയും നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡേയ്സ് പ്ലാൻ ചെയ്യാൻ മീൻസ് നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന ഡേയ്സ് ഈ ഒരു വരുന്ന ഡേയ്സിനകത്ത് വരുന്നുണ്ട് അല്ലേ. ഇനി അല്ലാണ്ട് നമുക്ക് സ്റ്റഡി ലീവ് കിട്ടുന്നതും ഹോളിഡേയ്സ് ആയിട്ടുള്ള അങ്ങനെ ലീവായിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം എപ്പോഴായിരിക്കും, രാവിലെ നമുക്ക് കുറച്ച് സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ വൈകിട്ട് വന്നിട്ട് നമുക്ക് കിട്ടുന്ന സമയമുണ്ട് അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡേയിൽ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് എത്ര മണിക്കാണോ മീൻസ് എണീക്കാൻ പറ്റുന്നത് അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ്. ചിലർക്ക് 5 മണി, ചിലർക്ക് 6 മണി അല്ലെങ്കിൽ 4 മണിക്ക് അങ്ങനെ വെളുപ്പിലെ എണീക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട്. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. അതനുസരിച്ച് നിങ്ങൾ രാവിലെ കുറച്ച് സമയം പഠിക്കാൻ വേണ്ടി കണ്ടെത്തുക. അത് ഇനി ഇതുവരെ രാവിലെ പഠിച്ച് ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് സമയം ഒന്ന് പഠിക്കാൻ വേണ്ടി കണ്ടെത്തുക. സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. ഓക്കെ, എന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ രാവിലെ ഒരു കുറച്ച് സമയം കണ്ടെത്താൻ നോക്കുക. പിന്നെ രാത്രി നമുക്ക് വൈകിട്ട് സ്കൂൾ വിട്ട് വന്നത് മുതൽ അല്ലേ നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരം വരെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. കാരണം ചിലർക്ക് രാത്രി കുറേ നേരം ഇരിക്കാൻ പറ്റും, ചിലർക്ക് വെളുപ്പിലെ എണീറ്റ് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതി അനുസരിച്ച് നിങ്ങൾക്കിതിൽ ഓൾട്ടറേഷൻസ് വരുത്തി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും രാവിലെയും വൈകിട്ടും കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഇനി പോകണം. ഓക്കെ, അപ്പം എന്ത് പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ആവശ്യമായിട്ട് തോന്നുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ റിവിഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് വിഷയമാണ് റിവിഷൻ ചെയ്യാൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വിഷയമാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് ആ രീതിക്ക് നിങ്ങൾക്ക് എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സ്കൂളിൽ പോകുന്ന ഡേ ആണ്. അപ്പോൾ രാവിലെയും ഈ വൈകിട്ടും ഒക്കെ ഒറ്റ വിഷയമാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, എങ്ങനെയാണോ അത് നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മീൻസ് ഏത് വിഷയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഹോളിഡേയ്സ് ആവുന്ന ടൈമിൽ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളെ മൈൻഡൊക്കെ നമ്മൾ സെൽഫ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് തന്നെ കൊണ്ടുവരണം. കാരണം ഹോളിഡേയ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ നേരം കിടന്നുറങ്ങാനും പിന്നെ റീൽസ് കാണാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കൂടുതലായിട്ട് വരുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ രാവിലെ ജസ്റ്റ് ഒരു 6 മണിക്കൊക്കെ എണീറ്റ് നേരത്തെ എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്, നല്ലതാണ്. ഓക്കെ, എത്രയായാലും നിങ്ങൾ രാവിലെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 6 മണി മുതൽ
1 മണി വരെ ഒരു സെഷനായിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, പിന്നെ ഒരു 1 മണിക്കൂർ ബ്രേക്ക് എടുക്കുന്നു, 2 മണി മുതൽ അടുത്ത് ഒരു 5 മണി വരെ വീണ്ടും പഠിക്കുന്നു, പിന്നെ ഒരു 1 മണിക്കൂർ ബ്രേക്ക് എടുക്കുന്നു, പിന്നെന്താണ് ഒരു 6 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ. ആ രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണോ ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോൾ പഠിച്ചാലും, അതിപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളായിക്കോട്ടെ ഹോളിഡേയ്സിലായിക്കോട്ടെ, എപ്പോഴും നിങ്ങളിരുന്ന് പഠിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും, ബോർ തോന്നും, എന്തൊക്കെയോ പോലെ ഒരു ഫീല് നമുക്ക് വരും. അതായത് ഇപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഒരു കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കുകൾ എടുക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്സുകൾ എടുക്കുക. ഓക്കെ, അതായത് ഞാനിപ്പോൾ 1 മണിക്കൂറിൽ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ 1 മണിക്കൂറിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന സമയത്തിൽ ഒരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് എടുക്കുമ്പോൾ റീൽസ് കാണാനോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം, വീട്ടിലുള്ള ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? ആ ബ്രേക്കും കൂടി പോകരുത്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് പഠിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലുതായിട്ടൊരു സ്ട്രെസ് ഇല്ലാണ്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ, ഈ ബ്രേക്കുകൾ ഇടയ്ക്ക് എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്ററാണ്, നമുക്ക് കുറച്ചുകൂടി വീണ്ടും പഠിക്കാനുള്ള ഒരു തോന്നൽ കൂടി നമുക്ക് വരും മനസ്സിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഹോളിഡേയ്സിലൊക്കെ, ഇപ്പോൾ സാറ്റർഡേ സൺഡേ ആയിക്കോട്ടെ, അല്ലാത്ത സ്റ്റഡി ലീവ് കിട്ടുന്ന ഡേയ്സുകളായിക്കോട്ടെ, അപ്പോൾ അങ്ങനെയുള്ള ഡേയ്സിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു ആർക്കായാലും അല്ലേ, നമുക്കൊരു സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്കുകൾ എടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ചില വിഷയങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും, ചില വിഷയങ്ങൾ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല, ഒന്നും അറിയത്തും ഉണ്ടാവില്ല അല്ലേ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ടൈമിൽ ഇനി നമുക്ക് കുറച്ച് സമയമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയം, അല്ലെങ്കിൽ ഒട്ടും മനസ്സിലാവാത്ത വിഷയം ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിഷയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിനകത്തുള്ള കോൺസെപ്റ്റ്സും അത്രയൊന്നും അറിയുന്നുണ്ടായിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, കാരണം നമുക്ക് അങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് ആ ലാസ്റ്റ് ടൈമിൽ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള വിഷയങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ മാക്സിമം ആ വിഷയങ്ങളിൽ നിന്നുള്ള കോൺസെപ്റ്റ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം പലരും ഞാൻ ലൈവൊക്കെ ചെയ്ത ടൈമിൽ പറഞ്ഞ ഒരു കാര്യമാണ്, പൊളിറ്റിക്സ് പലർക്കും പാടാണെന്നുള്ള രീതിയിൽ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ കുറച്ച് ടഫാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇപ്പോൾ എക്കണോമിക്സ് ആണ് പഠിക്കാൻ പാടുന്നുണ്ടെങ്കിൽ എക്കണോമിക്സിലെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്ന അത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളെടുത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. പിന്നെ നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ടൈം ടേബിൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാവണം കേട്ടോ, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടൈം ടേബിൾ നോക്കി വേണം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഇംഗ്ലീഷ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സോഷ്യോളജി പിന്നെ പൊളിറ്റിക്സ് ആ രീതിയിലാണല്ലോ വരുന്നത്. അപ്പോൾ മീൻസ് അടുപ്പിച്ച ഡേയ്സിലാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്സ് പാടായിട്ടുള്ളവർ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സൊക്കെ ഇപ്പോഴേ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം അവിടെ നമുക്ക് ആകെ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കുറച്ച് സമയമായിരിക്കും പൊളിറ്റിക്സിന് വേണ്ടി പഠിക്കാൻ കിട്ടുന്നുണ്ടാവുക അല്ലേ, അല്ലാണ്ട് ഒരു ഡേ ഒന്നും നമുക്ക് ഗ്യാപ്പ് വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ടൈം ടേബിൾ കൂടി നോക്കിക്കൊള്ളണം. ഓക്കെ, അതായത് ഇപ്പോൾ പൊളിറ്റിക്സ് പാടായിട്ടുള്ളവർ പൊളിറ്റിക്സൊക്കെ ഇപ്പോഴേ പഠിക്കുക. ഇപ്പോൾ സോഷ്യോളജിയുടെ കാര്യമായാലും അങ്ങനെയാണ്, നമുക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗ്യാപ്പ് വരുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് സോഷ്യോളജി ടഫായിട്ട് തോന്നുന്നവർ സോഷ്യോളജി ഇപ്പോഴേ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ആ ഒരു ടൈം ടേബിളോട് നോക്കി നിങ്ങൾക്ക് ഏതാണോ ഹാർഡായിട്ടുള്ള സബ്ജക്ട്സ് അതിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുത്ത് നിങ്ങളിപ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വിഷയത്തിലൂടെ നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു എക്സാം ടൈമിലൊക്കെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഒരു സ്ട്രെസ്സും ഈ ഒരു എക്സാം ഫിയറും. ഓക്കെ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്, ഭയങ്കര പേടിയാണ് മോഡൽ എക്സാമിനെ കുറിച്ചും അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് എല്ലാ മനുഷ്യന്മാർക്കും, മീൻസ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉണ്ടാവുന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്ട്രെസ് ആയിക്കോട്ടെ, ഫിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജയിക്കുമോ, A+ കിട്ടുമോ, തോക്കുമോ എന്നുള്ള ഒരു ഭയം എന്ന് പറയുന്നത്. ഓക്കെ,
അതിപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇപ്പം എന്താണെന്നറിയോ, അത് നമ്മുടെ ഒരു ഇതാണ്. അതായത് SSLC നമ്മൾ എഴുതുന്ന ടൈമിൽ നമുക്ക് അതായിരിക്കും ഭയങ്കര ഒരു സംഭവം അല്ലേ. ഇപ്പോൾ +1 എഴുതുമ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും ഒരു ഇത് ഉണ്ടാവുക. ഇപ്പോൾ +2 ആകുമ്പോൾ നിങ്ങൾക്ക് ബോർഡ് എക്സാമാണ്, അടുത്തൊരു ബോർഡ് എക്സാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ SSLC നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് എല്ലാവരും പറയും എന്താണ്, അതാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് പ്രത്യേകിച്ച് അതുകൊണ്ട് വേറെ ഒരു ഇതുണ്ടായില്ല. നമുക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടാനായിരുന്നു. ജസ്റ്റ് ഒരു എന്താണ് ആ ഒരു ബ്രിഡ്ജ് മാത്രമായിരുന്നു എന്നുള്ളത് മനസ്സിലായി അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ +2 പറയുമ്പോഴും മനസ്സിലായോ. അത് ഇനി നിങ്ങൾ അടുത്തിന് ഡിഗ്രിക്കാണ് പോകുന്നത് അല്ലെങ്കിൽ വേറൊരു കോഴ്സ് എടുക്കുമ്പോൾ അവിടെ പോകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഭയമായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് അതൊരു കോമൺ കാര്യമാണ്, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ അങ്ങനെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് സ്ട്രെസ്സ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് തപ്പുന്നതും പഠിക്കണമെന്ന് വിചാരിക്കുന്നതും ഒക്കെ അല്ലേ. അങ്ങനെയല്ലേ. പക്ഷെ അതൊരു ഒരു ലിമിറ്റിനപ്പുറം പോകാൻ പാടില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ഫിയർ നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടേ. ഇപ്പോൾ മോഡൽ എക്സാം ബേസ് ചെയ്തിട്ടാണെങ്കിലും അയ്യോ ഇതിൻ്റെ മാർക്ക് എങ്ങനെയായിരിക്കും, ഇത് മാർക്ക് കുറഞ്ഞ വീട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയും, അങ്ങനെയുള്ള കാര്യത്തിലോട്ടൊന്നും കൂടുതലായിട്ട് അങ്ങോട്ടൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. അതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു രണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ഇപ്പം പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ആരായിക്കോട്ടെ നിങ്ങൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യം, ഇനി എനിക്ക് ഇത്ര ദിവസങ്ങൾ, ഇനി ഇത്ര സമയമാണ് എനിക്ക് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്, എൻ്റെ +2ൻ്റെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ടൈമാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടൈം എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് പിന്നെ ഒരിക്കലും റിസൾട്ട് വന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലും നമുക്ക് തോന്നാൻ പാടില്ല അയ്യോ കുറച്ചുകൂടി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി എൻ്റെ മാർക്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നേനെ എന്നൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇനിയുള്ള ടൈം അത്രയും എനിക്ക് മാക്സിമം പഠിക്കണം. ഓക്കെ, അത് ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം, ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കണം, അങ്ങനെയല്ല പറയണേ. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് ഓരോ ആൾക്കാരും അവനവനോട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റും, ഇത്രയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇത്രയും ഡേയ്സിലിരുന്ന് നന്നായിട്ട് ഞാൻ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഞാൻ പഠിക്കാൻ ശ്രമിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ എക്സാം എഴുതുന്ന ടൈമാണ് കേട്ടോ. അതായത് എക്സാം എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഡിസിഷൻ എടുക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഓക്കെ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നന്നായിട്ട് എക്സാം എഴുതും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നാൽ മതി. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഇത്രയും മതി. ബാക്കി എന്താണ് പറയുക, ബാലൻസ് എന്ത് നടക്കുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ എപ്പോഴും വച്ചേക്കുക കേട്ടോ. ഇനി പബ്ലിക് എക്സാമിൻ്റെ ടൈമിലായാലും ഒക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം പഠിക്കും, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു രണ്ട് മന്ത്രങ്ങൾ എന്ന് പറയുന്ന പോലെ നിങ്ങൾ മനസ്സിൽ വച്ചേക്കുക. ഓക്കെ, പിന്നെ കൂടുതലായിട്ടൊന്നും ഓവർ തിങ്ക് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ എക്സാം ടൈമാണ് ഓക്കെ, പക്ഷേ നമ്മൾ വെള്ളമൊക്കെ ധാരാളം കുടിക്കുക. ഉറക്കം നമ്മൾ ഭയങ്കരമായിട്ടൊന്നും മിസ് ചെയ്യരുത്. നല്ല ഹെൽത്തായിട്ടുള്ള നല്ല ഗുഡ് സ്ലീപ്പൊക്കെ തന്നെ എടുക്കണം കേട്ടോ. പിന്നെന്താ, കുറച്ച് സമയമാണ് നമുക്കുള്ളത്. എന്നാൽ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യൂ. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിലും ഇനി ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും മോഡൽ എക്സാം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്രിസ്മസിന് ഓണത്തിനൊക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാ വിഷയത്തിനും നമുക്ക് വീഡിയോസ് ഇടുന്നുണ്ട്, അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ,